അപ്പുറം നിൽക്കണോ? മതിയോ? പടവ് ഞങ്ങളാരും വിളിക്കണ്ട. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് താമസിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ, ഈ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കൊണ്ടോട്ടി മേലങ്ങാടി GMLP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ഗവൺമെൻറ് ലെവലിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ വരുന്ന ഒരുപാട് പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആ ലെവലിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഭൗതിക പുരോഗതിക്ക് വേണ്ടി ഇവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക ബഹുജന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമോ അതിനുള്ള പരിശ്രമങ്ങൾ പ്രധാനാധ്യാപകൻ എന്നുള്ള നിലയിലും അതേപോലെ PTA-യുടെ പ്രസിഡന്റ് PTA-യുടെ നേതൃത്വത്തിലും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ SMC-യുടെ മുൻ ചെയർമാനായിട്ടുള്ള അഷ്റഫ് കൂട്ടായ്മയിലെ നേതാവുമായിട്ടുള്ള ഇണ്ണിയുടെ പക്കൽ നമ്മൾ ഇങ്ങനെ ഒരു ആശയം അദ്ദേഹത്തോട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന ആശയം തന്നെയാണത്. അപ്പോൾ ഇത് നല്ലൊരു ഗേറ്റ് അവരുടെ നേതൃത്വത്തിൽ അവരുടെ സഹപാഠികൾക്ക് വേണ്ടിയിട്ട് അവർ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നല്ലൊരു ഗേറ്റ് ഉണ്ടാക്കി നമുക്ക് സ്കൂളിൽ തന്നിട്ടുണ്ട്. അതിന് അനുബന്ധമായിട്ട് കുറച്ചുകൂടെ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു വഴി ഭംഗിയാക്കാൻ വേണ്ടി, ഒരു ഗവൺമെൻറ് സ്കൂളാണ്, അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരും അല്ലെങ്കിൽ സമൂഹമാണ് അതിലേക്ക് ശ്രദ്ധ വേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് തൻ്റെ സ്കൂളിന്, തൻ്റെ മോൻ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യമാണ് ഇവിടെ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഗതി ഇവിടെ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെയധികം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നന്ദി ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മക്കും പ്രത്യേകിച്ച് അഷ്റഫ് സാറിനും ഞാൻ പറയുകയാണ്. ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ധാരാളമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ഇവിടെ ക്യാമ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇവർ വന്നിട്ട് വളരെ ഏതെങ്കിലും ഒരു സംഘടനയെ നമ്മൾ സമീപിച്ച് എത്രയോ തവണ അവരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോയി പല തവണ അവരെ സമീപിച്ച് എത്രയോ വട്ടം നമ്മൾ അവരെ കാല് പിടിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് പകരം ഇവർ ഇങ്ങോട്ട് വരികയും അന്നൊരു ദിവസം ഒരുപാട് നേരം നമ്മുടെ കൂടെ നിൽക്കുകയും അന്നത്തെ ക്യാമ്പിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസം അന്ന് അവർ പിരിഞ്ഞു പോയിട്ടുള്ളത്. അതിനനുബന്ധമായിട്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു കാര്യം ഏറ്റാൽ അത് വർഷങ്ങളെടുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടപ്പിലാക്കി വരാൻ. ആരും കുറ്റം പറയില്ല, അങ്ങനെ ആ ഫണ്ടായി വരുന്ന അങ്ങനെ കഴിയുള്ളൂ. പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ അത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് ഇണ്ണി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉള്ള ഒരു നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അഷ്റഫ് കൂട്ടായ്മയുടെ നന്മ ലോകം ഇപ്പോഴേ വാഴ്ത്തിയതാണ്. അത് കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പ്രശോഭിതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിൻ്റെ കഴിഞ്ഞ ദിവസം അന്ന് തന്നെ ഈ നമ്മുടെ കുട്ടിയുടെ ഷാമിൽ മോൻ ചികിത്സാ സഹായം, അതേപോലുള്ള ഇവരുടെ കൂട്ടത്തിൽ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ, അവർക്ക് ജീവിതോപാധി വെച്ചു കൊടുക്കുന്ന സംവിധാനം അടക്കമുള്ള ഈ ഒരു രൂപത്തിലുള്ള പ്രവർത്തനമാണ്. അല്ലാതെ അതൊരു വെറും ഒരു ഷോ വർക്ക് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാ ആളുകൾക്കും സ്കൂളിൻ്റെ പേരിലുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.